ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ പ്രിയനായവനിൽ തെരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് സ്തോത്രവും മഹത്വവും ഉണ്ടാകട്ടെ. ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരിക്കൽ കൂടെ നമുക്കൊരുമിച്ച് തിരുപ്പാതയായിരിക്കാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ഇന്നലെ രാത്രി ഇന്റർനെറ്റിന്റെ വല്ലാത്ത തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ഇലക്ട്രിസിറ്റിയും പോയി. ഞാനായിരുന്ന സ്ഥലത്ത് 9:45 കഴിഞ്ഞിട്ടാണ് വന്നത്. അവിടെ മൊബൈൽ നെറ്റ്വർക്കും ഇല്ലായിരുന്നുകൊണ്ട് എനിക്ക് നിങ്ങളെ ആരെ അറിയിക്കാനും പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്നലത്തെ എങ്ങും എത്താതെ ഉപസംഹരിക്കാൻ പോലും കഴിയാതെ നിർത്തേണ്ടതായി വന്നത്. എന്തോ ഈ ദിവസങ്ങളിലൊക്കെ എല്ലായിടത്തും ഇവിടെയുണ്ട് ഇന്റർനെറ്റിന്റെ ചെറിയ ലാഗിങ് ഇടയ്ക്കിടയ്ക്ക്. ഇതിനു മുമ്പിലത്തെ മീറ്റിംഗിലും ഇവിടെ ഉണ്ടായിരുന്നു. എങ്കിലും നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഇന്നലത്തെ റെക്കോർഡിങ്ങിലുമൊക്കെ ഉണ്ടായ അപാകതകൾ ദൈവമക്കൾ ദയവായിട്ട് ക്ഷമിക്കുമല്ലോ. പണ്ടും നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് പോലെ ഈ സാങ്കേതികതകൾക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ലാത്തത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗാഡ്. നമുക്ക് വെളിപ്പാട് 14 അവസാന ഭാഗങ്ങളിലേക്ക് തിരിയാം. 14 വാക്യം മുതൽക്ക് നമ്മൾ വായിച്ച് പഠിച്ചു വരികയായിരുന്നല്ലോ. 14 to 16, 14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് അവിടെ ഒരു ഹാർവസ്റ്റ് ആണ്, ഒരു കൊയ്ത്ത്. 17 തൊട്ട് 20 വരെ മുന്തിരി കുല അറുത്തെടുക്കുന്നു, ചക്കിലിട്ട് അത് ആട്ടുന്നു, അല്ലെങ്കിൽ അത് ചവിട്ടി അതിൻ്റെ ചാറെടുക്കുന്നു. ഇത് പൊതുവെ ന്യായവിധിയുടെ ഒരു ചിത്രമായി നമുക്ക് കാണുവാൻ കഴിയും. ന്യായവിധിയുടെ ചിത്രം ഒരു വിളവെടുപ്പായിട്ട് നമുക്ക് ആദ്യ ഭാഗം കാണാമെങ്കിലും രണ്ടിടത്തുമുള്ള ആയുധങ്ങൾ കണ്ടോ? രണ്ടിടത്തെയും ആയുധങ്ങൾ അത് ഒരു ന്യായവിധി എന്ന സൂചന നൽകുന്നതാണ്. സ്തോത്രം. Two instruments are used. Rather, weapons are used for this harvesting. When God would be collecting his righteous, there God hardly uses sickle-like instruments or knife-like weapons. Very connotation to these weapons describe or point to a judgment. ആയുധങ്ങളുടെ ഉപയോഗം അവിടെ ഇതൊരു ന്യായവിധി എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. നീതിമാന്മാരെ കൂട്ടിച്ചേർക്കുന്നതിനേക്കാൾ ഉപരി ഇവിടെ നമുക്ക് ആയുധങ്ങളുടെ ഉപയോഗം നിമിത്തം മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ന്യായവിധിയായിട്ടാണ്. ഇപ്പൊ 14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ലോകം കൊയ്ത്തിന് വേണ്ടി വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു, അല്ലെ?
നാം അതിന്റെ മൂലപദത്തിന്റെ അർത്ഥമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടു. വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിന് ലോകത്തെ ശിക്ഷിക്കുവാനായിട്ട് അവരുടെ പാപം തികഞ്ഞു എന്ന് അർത്ഥം. അവരുടെ പാപം തികഞ്ഞു എന്നർത്ഥം. നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്നും കൂടെ ഈ സന്ദർഭത്തിൽ വായിക്കാമല്ലോ. ജെനസിസ് 15:16, ഉൽപ്പത്തി 15:16 വാക്യം. And they shall come back here in the 4th generation, for the iniquity of the Amorites is not yet complete. Praise God. നമുക്കറിയാം, നമ്മൾ പല പ്രാവശ്യം ഈ ഭാഗങ്ങൾ നോക്കിയിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം ഇസ്രായേൽ വാഗ്ദത്ത നാട്ടിലേക്ക് മടങ്ങി വരുന്നതിനെ കുറിച്ച് പറയുകയാണ്. എന്തുകൊണ്ട് ദൈവം അപ്പോൾ തന്നെ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തപ്പോൾ തന്നെ ആ വാഗ്ദത്ത നാട് അബ്രഹാമിന് പതിച്ചു കൊടുത്തില്ല, അവകാശമായി കൊടുത്തില്ല. 4ാം തലമുറ ഇവിടേക്ക് മടങ്ങി വരും എന്നാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത്. എന്തുകൊണ്ട് 4ാം തലമുറ? പല കാരണങ്ങളുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മോട് കണ്ടത്. എന്താ? The iniquity of Amorites not yet complete, not reached its full measure. Yeah, not reached this full measure. നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്, God is a righteous God. God is righteous even with the devil, also with every unrighteous person or sinful person. ദൈവം നീതിമാനാണ്. ആ നീതിമാനായ ദൈവം സാത്താനോട് പോലും നീതിമാനാണ്. സാത്താനോട് പോലും നീതിമാനാണ്. നീതികെട്ടവരോടും പാപികളോടും ദൈവം നീതിയായി മാത്രമേ ഇടപെടുന്നുള്ളൂ. അതുകൊണ്ട് പാപം ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്ന കനാന്യരെ ദൈവം നീക്കിക്കളഞ്ഞത് പക്ഷാഭേദം കൊണ്ടല്ല, പലരും ചിന്തിക്കുന്നത് പോലെ. പ്രത്യേകിച്ച് ഇന്ന് ഇസ്രായേൽ ഹമാസ്, ഇസ്രായേൽ പലസ്തീൻ, ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഒത്തിരി തെറ്റായ ചരിത്രബോധമില്ലാത്ത അഭിപ്രായങ്ങളൊക്കെ പലരും ചാനൽ ചർച്ചകളിലും പത്രങ്ങളിലുമൊക്കെ പ്രസ്താവിക്കാറുണ്ട്. ഇസ്രായേൽ ദേശത്തെ ദൈവം അബ്രഹാമിനും തലമുറകൾക്കും വാഗ്ദത്തം ചെയ്തു. പിന്നീട് അവർക്കത് ദൈവം കൊടുത്തു. ആ ലോക്കൽസിനെ, തദ്ദേശവാസികളെ ദൈവം അവിടെ നിന്നും മാറ്റിക്കളഞ്ഞു. ദൈവം അവരെ നീക്കിയിട്ട് ഇസ്രായേലിന് ആ ദേശം അവകാശമായിട്ട് കൊടുത്തു. ദൈവം ചെയ്ത അന്യായമല്ലേ?
നിങ്ങളും കൂടെ പറയുന്നേ. കനാന്യരെ അവിടെ നിന്നും, അവിടുത്തെ മണ്ണിന്റെ മക്കൾ, അവിടുത്തുകാർ, അവിടുത്തെ ആദിവാസികൾ, അവരെ അവിടെ നിന്നും നീക്കിക്കളഞ്ഞിട്ട് ദൈവത്തിന്റെ ജനമെന്ന് ദൈവം വിളിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് ആ ദേശം കൊടുത്തത് അന്യായമല്ലേ? ദൈവം അന്യായമല്ലേ ചെയ്തത്? It was a curse or Okay, it was a curse more than, Noah's curse. yeah, Noah's curse was there, of course. That was a curse as well as a prophecy, we can say. More than that, anything? അബ്രഹാമിനോടുള്ള വാഗ്ദത്തമല്ലായിരുന്നു? ആ വാഗ്ദത്തം അനുസരിച്ച് പാവം കനാന്യരെ നീക്കിക്കളഞ്ഞിട്ട് അബ്രഹാമിന്റെ മക്കൾക്ക് കൊടുത്തത് അന്യായമല്ലെന്നായി ചോദിച്ചേ. ദൈവത്തിന് അത് ന്യായമായിട്ടായിരിക്കും തോന്നുന്നു. കനാന്യരുടെ പാപം നിമിത്തം അവരെ അവിടെ നിന്ന് നീക്കി. യെസ്. അതിനിപ്പോ നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ ഉണ്ട്, അമോര്യരുടെ അകൃത്യം Iniquities, ഇതുവരെ not yet തിക- complete. Yeah, not yet complete. See, എന്നെ വളരെ സ്വാധീനിച്ച ഒരു പ്രയോഗമുണ്ട്. ലേവ്യ പുസ്തകം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 18, ലേവ്യ 18:24-25. Do not make yourselves unclean by any of these things, for by all these the nations I am driving out before you have become unclean, and the land became unclean, so that I punished its iniquity, and the land vomited out its inhabitants. Next verse also. But you shall keep my statutes and my rules, and do none of these abominations, either the native or the stranger who sojourns among you. A vomiting land, ഛർദിച്ചു കളയുന്ന ദേശം അല്ലെ? തന്റെ നിവാസികളെ, ദേശം തന്റെ നിവാസികളെ ഛർദിച്ചു കളയുന്നു. എ വൊമിറ്റിംഗ് ലാൻഡ്. Why the land vomited its original inhabitants and received some others? അവിടെ മൂലവാസം നടത്തിയ കനാന്യരെ ഛർദിച്ചിട്ട് പിന്നെ അവിടെ കുടിയേറി വന്ന ജനത്തെ ഈ ദേശം സ്വീകരിപ്പാൻ എന്താണ് കാരണം? ദൈവത്തിന്റെ അന്യായമാണോ? ഇസ്രായേലിനോടുള്ള മുഖപക്ഷമാണോ? കനാന്യരോടുള്ള ദൈവത്തിന്റെ എന്തെങ്കിലും ചിറ്റമ്മ നയമാണോ? Because the people had committed sin and defiled the land. Yes. There we cannot allege any injustice, unrighteousness, favoritism upon God for either of these people. കനാന്യരോടോ ഇസ്രായേൽ മക്കളോടോ ദൈവത്തിന്റെ പക്ഷാഭേദം, മുഖപക്ഷം, അന്യായം ഒന്നും ദൈവത്തിൽ ആരോപിക്കുവാൻ
കഴിയാത്തതുപോലെ ദൈവം ആ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഇസ്രായേലിനോടുള്ള പ്രത്യേക മമതയോ കനാന്യരോടുള്ള ദൈവത്തിന്റെ പ്രത്യേക ദ്വേഷമോ അല്ല കനാന്യരിൽ നിന്നും വാഗ്ദത്ത നാട് ഇസ്രായേലിന് കൊടുക്കുവാൻ കാരണം. പകരം അവിടെ പാർത്തിരുന്ന കനാന്യരുടെ പാപം അത്ര കണ്ട് പെരുകി. Even the land was unable to contain or hold back the sins of the inhabitants. The same God had done with Israel too. കനാന്യരുടെ പാപം ദേശത്തിന് താങ്ങാൻ കഴിയുന്നതിലും അധികമായി പെരുകിയപ്പോൾ ദേശം ആ നിവാസികളെ എന്ത് ചെയ്തു? ഛർദിച്ചു കളഞ്ഞു, പുറത്തിട്ടു. ദൈവം ഇതേ പരിപാടി സ്വന്തം ജനമായ ഇസ്രായേലിനോടും ചെയ്തില്ലേ? ചെയ്തു. ഇസ്രായേലിന്റെയും പാപം പെരുകി 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 വന്നപ്പോൾ ദേശം അവരെയും ഛർദിച്ചു കളഞ്ഞു. ഇതാണ് നാം വെളിപ്പാട് 14-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങളിൽ കാണുന്ന ഭൂമിയിലെ വിളവ് കൊയ്ത്തിന് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. Able to connect? Yes. Okay. സ്തോത്രം. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാ, ദൈവത്തിന്റെ ഒരു രീതിയാണത്. ആ പാപം പെരുകുന്നത് വരെ ദൈവം ക്ഷമയോടെ കാത്തിരിക്കും. ആരെയും ന്യായം വിധിക്കുവാൻ ദൈവത്തിന് അവരുടെ അകൃത്യം പെരുകി വരുന്നത് വരെ കാത്തിരുന്നേ പറ്റൂ. ദൈവത്തിന്റെ നീതിയും ദയയും സ്നേഹവും ദൈവത്തെ അതിനുവേണ്ടി കാത്തിരിക്കുമാറാക്കുന്നു. നമ്മൾ വെപ്രാളം കാണിക്കുന്നത് പോലെയൊന്നും ദൈവം ഒരുത്തനെ അടിക്കാനും ശിക്ഷിക്കാനും നീക്കിക്കളയാനും ഒന്നും വെപ്രാളം കാണിക്കുന്നില്ല. ലേവ്യ പുസ്തകം തന്നെ 20-ന്റെ 23 കൂടെ വായിച്ചോളൂ. ലെവിറ്റിക്കസ് 20, 22 and 23. 22, 23. You shall therefore keep all my statutes and all my rules and do them, that the land where I am bringing you to live may not vomit you out. And you shall not walk in customs of the nation that I am driving out before you. For they did all these things, and therefore I detested them. കണ്ടോ? ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ കുടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങളെ, ഇസ്രായേൽ മക്കളെ, ദൈവത്തിന്റെ സ്വന്തം ജനത്തെ ഛർദിച്ചു കളയാതിരിക്കുവാൻ ദൈവത്തെ അനുസരിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികളുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. ഈ കാര്യങ്ങളെ ഒക്കെയും ചെയ്തത് കൊണ്ട് അവർ എനിക്ക് അറപ്പായി തീർന്നു. കർത്താവ് പറയുകയാണ്, നിങ്ങളെ താമസിപ്പിക്കുവാൻ ഞാൻ ഇപ്പൊ കൊണ്ടുപോകുന്ന ദേശം നേരത്തെ
ചിലർ അവകാശപ്പെടുത്തിയിരുന്നതാ. അവരെ ദേശം ഛർദ്ദിച്ചു കളയാനുള്ള കാരണം അവരുടെ പാപമാണ്. എനിക്ക് അറപ്പായിട്ടുള്ളത്, വിച്ച് ഈസ് ഹേറ്റ്രഡ് ബിഫോർ മീ, എനിക്ക് അറപ്പായിട്ടുള്ളത് അവർ ചെയ്തു. നിങ്ങളും അത് ചെയ്യരുത്. ചെയ്താൽ നിങ്ങളെയും ദേശം Committee. യെസ്, ആ ഒരു വൊമിറ്റിംഗ് ലാൻഡ് എന്നുള്ള പ്രയോഗം എന്നെ വളരെ ഭയപ്പെടുന്നു. സ്തോത്രം. ദേശം തന്നെ ഛർദ്ദിച്ചു കളയും. ഇസ്രായേൽ മക്കൾ അതുപോലെ പാപം ചെയ്തപ്പോൾ അവരെയും ഈ ദേശം ഛർദ്ദിച്ചു കളഞ്ഞു. എത്ര വർഷങ്ങൾ ദൈവം അവരെ അവരുടെ ദേശത്ത് നിന്നും മാറ്റിപ്പാർപ്പിച്ചു. ഭൂലോകത്തൊക്കെ 4 കാറ്റിലേക്കും വലിച്ചെറിഞ്ഞു കളഞ്ഞു. അപ്പൊ ദൈവം ആരോടും ഫേവറൈറ്റിസം, പക്ഷപാതം, മുഖപക്ഷം കാണിച്ചെന്ന് പറയാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ ഒരു തത്വമാണ്. ഫറവോനെ എന്തിനാ ഈ 10 ബാധകൾ കൊണ്ട് മിസ്രൈമ്യരെ ബാധിച്ചത്? ആദ്യത്തേതിന് തന്നെ ഇങ്ങ് വിട്ട് പുറപ്പെടുവിച്ചു കൊണ്ടുപോകരുതായിരുന്നു. God was giving him a chance to repent. സ്തോത്രം. ഫറവോനും മിസ്രൈമ്യർക്കും മാനസാന്തരത്തിനായി ദൈവം അവസരങ്ങളെ നൽകി. പക്ഷേ നോക്കണേ, പുറപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. പുറപ്പാട് പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 7 ഫോളോയിങ്, 7-ാമത്തെ അധ്യായം മുതൽക്കാണ് നാം ആ കാര്യങ്ങൾ കാണുന്നത്. ഏഴാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. 7:13. Still Pharaoh's heart was hardened, and he would not listen to them, as the Lord had said. അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ 9-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. 9:7. And Pharaoh sent, and behold, not one of the livestock of Israel was dead, but the heart of 9:7. And Pharaoh sent, and behold, not one of the livestock of Israel was dead. But the heart of Pharaoh was hardened, and he did not let the people go. This is the 5th plague. 1-ാമത്തെ ബാധ തൊട്ട് ഈ 5-ാമത്തെ ബാധ വരെ കണ്ടോ, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. The heart of Pharaoh was hardened. ഇനി ഒന്ന് നോക്കിക്കേ, 9:12, 9:12. But the Lord hardened the heart of Pharaoh. Enough. Any difference? The Lord hardened. Lord. Yeah. See, until the 5th plague, Pharaoh hardened his heart against God's deeds. When he lost his chances, God began to harden his heart that the Lord may punish him.
അഞ്ചാമത്തെ ബാധ വരെ ദൈവം അവന് അവസരം കൊടുക്കുകയായിരുന്നു. പക്ഷേ അവൻ എന്ത് ചെയ്തു? ഓരോ അത്ഭുതം കണ്ട ശേഷവും അവന്റെ ഹൃദയത്തെ കഠിനമാക്കി. സ്വയം ഫറവോൻ അവന്റെ ഹൃദയത്തെ കഠിനമാക്കി. ദൈവമല്ല ചെയ്തത്, അവൻ തന്നെ. ദൈവം അങ്ങനെ കൊടുത്ത അവസരങ്ങളൊക്കെ അവൻ പാഴാക്കി. അവന്റെ കോട്ട കഴിഞ്ഞു. അവന് മാനസാന്തരപ്പെടാൻ ദൈവം അനുവദിച്ച കോട്ട കഴിഞ്ഞപ്പോൾ ഇനിയും അടുത്ത കോട്ട പൂർത്തിയാകണം. ഏത് കോട്ടയാ? അവനെ ശിക്ഷിക്കാനുള്ളത്. എന്നാ പിന്നെ ഇനി എളുപ്പമാട്ടെ എന്നും പറഞ്ഞ് ബാക്കി ആറാമത്തെ പ്ലേഗ് ബാധ തുടങ്ങി. ദൈവം അവന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്താൻ തുടങ്ങി. അവനോടും ദൈവം അന്യായം കാണിച്ചില്ല, അന്യായം ചെയ്തില്ല. ധാരാളം പേര് പറയാറുണ്ട്, ദൈവമാണല്ലോ അവന്റെ ഹൃദയത്തെ കഠിനമാക്കിയത്, എന്നിട്ട് ദൈവം അവനെ തല്ലിയത് അത്ര ശരിയായില്ല, വെള്ളത്തിൽ മുക്കിക്കൊന്നത് ശരിയായില്ലെന്ന്. ദൈവം തന്നെയല്ലേ അവന്റെ ഹൃദയത്തെ കഠിനമാക്കിയത്? അല്ല, ആദ്യത്തെ ചാൻസ് അവനായിരുന്നു. 1 അല്ല 5 തവണ. അത് തന്നെയല്ല, ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ഉൾപ്പെടെ അനേകം ജാതികളോട് അവരെ അടിമകളാക്കി വെച്ച് ഇവൻ ചെയ്ത പാപത്തിന് ശിക്ഷയായിട്ടും കൂടെയാണ് ദൈവം അവനെ ശിക്ഷിച്ചത്. അപ്പോൾ ഓരോരുത്തന്റെയും പാപത്തിന്റെ കുടം നിറയുന്നതുവരെ ദൈവം ദീർഘക്ഷമയോടെ ഇരിക്കും. സ്തോത്രം. God's long suffering is there for every individual, family, society, church, the whole world, even for the devil. Waiting for everyone's pot of iniquity be completely filled. Completely filled. നോഹയുടെ കാലത്തെക്കുറിച്ചും നമ്മൾ വായിക്കുന്നത് ദൈവം ദീർഘക്ഷമയോടെ ഇരിക്കുമ്പോഴെന്ന, പെട്ടെന്ന് കയറി അടിച്ചൊന്നുമില്ല, ദീർഘക്ഷമയോടെ ഇരിക്കുകയായിരുന്നു. നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ഒന്ന് പത്രോസ് 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. 1 Peter 3:19. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ. കണ്ടോ? നോഹ തന്നെ എത്ര വർഷം പ്രസംഗിച്ചു. ആ കാലഘട്ടത്തെക്കുറിച്ച് വായിക്കുന്നത് ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ കാലഘട്ടം എന്നാണ്. അത് അവസാനിക്കുമ്പോൾ മാത്രമാണ് ദൈവം ശിക്ഷിക്കുന്നത്. So God was waiting with long suffering even during the time of Noah. God is still waiting for the entire world, giving them chances after chances for repentance. Even after the rapture, God will give this world chance to repent and believe the gospel. ഇപ്പോഴും ലോകത്തിന് ദൈവം അവസരങ്ങൾ നൽകുന്നു.
അതുകൊണ്ടാ നമ്മൾ ചിലപ്പോൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ പോലും ഇന്നവരെ നീക്കണേ, ഇന്നവരെ ശിക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാലും ദൈവം ചെയ്യാത്തത്. നമ്മൾ ഈ കഴിഞ്ഞ ഇന്നലത്തെ ഇലക്ഷന് വേണ്ടിയും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും സാരമില്ല, റിസൾട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് ഇപ്പോഴും നിനക്കൊരു അട്ടിമറി നടത്താൻ പറ്റുമല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മളെപ്പോലെ ദൈവം ധൃതിയൊന്നും കാണിക്കത്തില്ല. വെയിറ്റിംഗ്, ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. സ്തോത്രം. ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. സ്തോത്രം. Yeah, for such unrepentant people like Habakkuk, we can only plead, of course, when once we understand, once we acknowledge what God is going to do even after this long suffering, then we will pray like that. ഇപ്പം നമ്മൾ ഹബക്കുക്കിന്റെ കൂട്ട് വെപ്രാളപ്പെടുക, തമ്പുരാന് നീ എന്താ ഇങ്ങനെയൊക്കെ മിണ്ടാതിരിക്കുന്നത്, അകൃത്യം കണ്ടുകൂടാത്തവനാണെന്ന് പറയുന്നല്ലോ, കണ്ടില്ലേ, നീ കാണുന്നില്ലേ. ഇവൻ കുറെ കിടന്നിങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കർത്താവ് അവനോട് ശാന്തമായിട്ട് ഇടപെട്ടു. എടാ മോനെ, ഒന്നും കാണാഞ്ഞിട്ടൊന്നുമല്ല, ഇതാ വടി വെട്ടി വെച്ചേക്കുക. കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനും അവന്റെ പ്രാർത്ഥന മാറിയല്ലേ. കർത്താവേ, ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. ഇതുവരെ ക്രോധം ചൊരിയണേ ചൊരിയണേ എന്നും പറഞ്ഞ് ഭയങ്കര വെപ്രാളമായിരുന്നു. ദൈവം ചൊരിയാൻ പോകുന്ന ക്രോധത്തിന്റെ കുടം കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പറഞ്ഞു, അയ്യോ കർത്താവ് ഇച്ചിരി കൂടുതലാ, കരുണ കൂടാതെ ഈ ക്രോധം ചൊരിയല്ലേ എന്ന്. അങ്ങനെയാ നമ്മളും ചെയ്യുക. സ്തോത്രം. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന അതാണ്. സ്തോത്രം. മാനസാന്തരത്തിന് കൊടുക്കുന്ന അവസരങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ അവരവർക്ക് തന്നെ ദൈവത്തിന്റെ കോപ ദിവസത്തേക്ക്, നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് ക്രോധം ചരതിച്ചു വെക്കുക. പീപ്പിൾ ആർ by unrepenting mind depositing wrath for themselves. അതിന്റെ ദിവസം വന്നിരിക്കുകയാണ് ഇപ്പോൾ വെളിപ്പാട് 14. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇത്രയും നാള് കാത്തിരുന്ന വിളഞ്ഞ് വെളുത്ത് ഉണങ്ങിയിരിക്കുന്ന സമയം വന്നേക്കുന്നു, നല്ല സമയം കൊയ്യാൻ. സ്തോത്രം. അത്രയും ആ ഭാഗങ്ങൾ മനസ്സിലായോ? സ്തോത്രം. ധാരാളം വിശുദ്ധന്മാരുടെ പ്രാർത്ഥന കിടപ്പുണ്ട്. കർത്താവേ, നിന്റെ കുറുപ്രാവനെ ദുഷ്ടമൃഗങ്ങൾ കേൾപ്പിക്കല്ലേ, അകൃത്യം കാണണേ, മർത്യൻ പ്രബലനാകരുതേ എന്നൊക്കെ ഒത്തിരി പ്രാർത്ഥനകൾ കിടപ്പുണ്ട്. കർത്താവ് അതെല്ലാം മേടിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുക. പക്ഷെ ഇപ്പോൾ പറയുന്നു, സമയം വന്നിരിക്കുന്നു, ഇനി എന്ത് ചെയ്യുക? നിന്റെ അരിവാൾ അയക്കുക. അയച്ചു, കൊയ്ത്ത് നടത്തുന്നു. അപ്പോൾ മാനസാന്തരത്തിന് നൽകിയ അവസരങ്ങളെല്ലാം ഈ ജനം, ഈ മനുഷ്യർ കളഞ്ഞു പൊളിച്ചപ്പോൾ, നഷ്ടപ്പെടുത്തിയപ്പോൾ, ഇനിയും അവർക്ക് മാനസാന്തരത്തിനൊരു അവസരം കൊടുക്കുവാൻ ഇല്ലാതെ വന്നപ്പോൾ ദൈവം തൻ്റെ അരിവാളയച്ച്
തന്റെ ക്രോധത്തിന്റെ അരിവാളയച്ച് അവരെ കൊയ്തു കൂട്ടുകയാണ്. സ്തോത്രം. വായിച്ചാട്ടെ, ജോയൽ 3:13. സ്തോത്രം. Shane, read. The Lord rose from Zion, and he utters his voice from Jerusalem. And the heavens and the earth quake, No. but the Lord is a refuge for Joel his. 3:13. Put in the sickle, for the harvest is ripe. Go in tread, for the winepress is full. The vats overflow, for their evil is great. ദൈവക്രോധത്തിന്റെ ചക്കിലേക്ക് മുന്തിരിക്കൊല അറക്കുന്നതും വിളവെടുക്കുന്നതിനും അരിവാളയക്കുന്ന കാര്യം യോവേൽ പ്രവാചകൻ അവിടെ പറയുക. നമ്മൾ യെശയ്യാ 63-ാമത്തെ അധ്യായത്തിലും അത് തന്നെ കണ്ടിരുന്നു, ഓർമ്മ കാണുമായിരിക്കും. രക്താംബരം ധരിച്ചു കൊണ്ടുവരുന്ന ഒരുവനെ കുറിച്ച്. അവിടെയും എന്താ സംഭവിച്ചത്? തന്റെ ക്രോധത്തിൽ ഏകനായി ജാതികളെ മെതിച്ചു കളഞ്ഞു. അത് തന്നെ നാം വെളിപ്പാട് 19-ാം അധ്യായം 14-15 വാക്യങ്ങളിലും കാണുന്നു. റെവലേഷൻ 19, 14 and 15, Isaiah 63, 1 following. In all these places also we see the judgment of God, God's vindication, God vindicating his people. And he was troding down Gentiles in his anger. തന്റെ ക്രോധത്തിൽ ജാതികളെ മെതിച്ചു കളഞ്ഞുകൊണ്ട് ദൈവം തന്റെ ന്യായവിധി നടപ്പാക്കുന്ന ചിത്രമാണ് നാം ആ ഭാഗങ്ങളിൽ കാണുന്നത്. രണ്ടും ന്യായവിധിയുടെ ചിത്രം തന്നെ. ചിലർ 14 തൊട്ട് 16 വരെയുള്ള ഭാഗങ്ങളെ നീതിമാന്മാരുടെ കൊയ്ത്തെന്നും അല്ലെങ്കിൽ നീതിമാന്മാരെ ദൈവസന്നിധിയിലേക്ക് വിളവെടുപ്പായിട്ട് ചേർക്കുന്നതെന്നും 17 മുതൽക്കുള്ളതിനെ ന്യായവിധി എന്നും ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് തോന്നും. പക്ഷെ ആയുധങ്ങളുടെ ഉപയോഗമാണ് ഇത് രണ്ടും ന്യായവിധി എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. യോവേലിലും നമ്മൾ വായിച്ചതുപോലെ ക്രോധത്തിന്റെ അരിവാൾ അയക്കുന്നു. അപ്പോൾ അരിവാൾ ക്രോധത്തെ കാണിക്കുന്നതാണ്, ന്യായവിധിയെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് അത് വിശുദ്ധന്മാരുടെ വിളവെടുപ്പായിട്ട് കാണാൻ കഴിയുകയില്ല. അപ്പൊ പാസ്റ്ററെ, മാർക്ക് 4:29 പറയുന്നത് അത് തന്നെയാണോ? ഇന്നലെ നമ്മൾ മത്തായി 13 വായിച്ച അതേ കാര്യം തന്നെയല്ലേ മാർക്ക് 4 പറയുന്നത്. അവിടെ ലോകാവസാനത്തിൽ ദുഷ്ടന്മാരെ നീതിമാന്മാരെയും തമ്മിൽ വേർതിരിച്ച് ന്യായം വിധിക്കുന്ന കാര്യമാണ് പറയുന്നത്. അത് നമ്മൾ അതായിരുന്നു ഇന്നലെയോ മിനിയാന്നോ നമ്മളത് പറഞ്ഞത്? ഇന്നലെ ആരും തോന്നല്ലോ. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ഉപമ വിതയ്ക്കുന്നവൻ്റെത്. നല്ല വിത്ത് വിതച്ചത് മനുഷ്യപുത്രൻ, ആകാത്ത വിത്ത് വിതച്ചത് ദുഷ്ടൻ. രണ്ടും ഒരുമിച്ച് വളരുന്നു. കൊയ്ത്തുവരെ, ലോകാവസാനം വരെ അത് രണ്ടും ഒരുമിച്ച് വളരും.
ഈ കളയുടെ ന്യായവിധി എപ്പോൾ മാത്രമേ ഉള്ളൂ എന്നാ മത്തായി 13-ലും മർക്കോസ് 4-ലും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ലോകാവസാനത്തിങ്കലേ ഉള്ളൂ. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ആ കൊയ്ത്ത. അവിടെയാണ് വേർതിരിവ് രണ്ടും തമ്മിൽ. അത്രയും വ്യക്തമാണോ? പതിനേഴ് മുതൽ 20 വരെ നാം കാണുന്നത് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞതുപോലെ അർമഗദ്ദോൻ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. So the things recorded in Revelation 14:17 to 20 are in relation with the battle of Armageddon. Description is there, and we have to go to 16 verse 16 and also chapter 19 20 following. 14-ന്റെ 17 തൊട്ട് ഉള്ള വാക്യങ്ങൾ, 16-ന്റെ 16, 19-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 20 മുതൽക്കുള്ള വാക്യങ്ങൾ. ഇവിടങ്ങളിലാണ് നാം കാണുന്ന അർമഗദ്ദോൻ യുദ്ധം. അതിന്റെ വിവരണമാണ് നാം ഇവിടെ കാണുന്നത്. എവിടെ? 14-ന്റെ 17 മുതൽക്കുള്ള വാക്യങ്ങളിൽ. സ്തോത്രം. അവിടുത്തേത് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ, 13-12, Hebrews 13:12 also please. So Jesus also suffered outside the gate in order to sanctify the people through his own blood. യേശുക്രിസ്തു തന്റെ ജനത്തിന്റെ ശുദ്ധീകരണത്തിനായി പാളയത്തിന്റെ പുറത്ത് കഷ്ടമനുഭവിച്ചതിനെ കുറിച്ചുള്ളൊരു പ്രയോഗമാണ് അവിടെ കാണുന്നത്. ഔട്ട്സൈഡ് ദ സിറ്റി, ഔട്ട്സൈഡ് ദ സിറ്റി. അതുപോലെ അങ്ങനെ പാളയത്തിന് പുറത്ത് കഷ്ടം സഹിച്ച ക്രിസ്തു അത് നിമിത്തം തന്റെ ജനത്തെ ശുദ്ധീകരിച്ചു. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അത് സംഭവിച്ചു. ലേവ്യ 16-ാമത്തെ അധ്യായത്തിൽ അതിന്റെ വിശദീകരണങ്ങളുണ്ട്. ഇവിടെ വെളിപ്പാട് 19-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ മുമ്പേ പറഞ്ഞ അർമഗദ്ദോൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ നഗരത്തിന് പുറത്തേക്ക് ആ ന്യായവിധിയുമായി പോകുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അർമഗദ്ദോൻ യുദ്ധവുമായിട്ട് 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിച്ചാട്ടെ. Revelation 16:13 to 16. And I saw coming out of the mouth of the dragon and of the mouth of the beast and out of the mouth of the false prophet 3 unclean spirits like frogs, for they are demonic spirits performing signs, who go abroad to the kings of the whole world to assemble them for battle on the great day of God Almighty. Behold, I am coming like a thief. Blessed is the one who stays awake,
keeping his garments on, that he may not go about naked and be seen exposed. And they assembled them at the place that in Hebrew is called Armageddon. അവിടെയാണ് നാം അർമഗദോൻ എന്ന പേര് കാണുന്നത്. ആ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടുതൽ നമുക്ക് വിശദീകരണം നോക്കാം. അതുകൊണ്ട് ഈ 17 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളെ കൂടുതൽ വിശദമാക്കാതെ വിടുകയാണ്. അർമഗദോൻ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ 14-ാം അധ്യായവും 16-ലേതും 19-ലേതും കൂടെ ഒരുമിച്ച് ചേർത്ത് അർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഈ ഭാഗങ്ങൾ കുറെ കൂടെ വ്യക്തമാകും. രണ്ടായാലും ന്യായവിധിയുടെ അനുഭവമാണ് ഇവിടെ കാണുന്നത്. ലോകത്തിന് ദൈവം മാനസാന്തരത്തിന് കൊടുത്ത അവസരം തീരുന്നു. വിളവിന് വേണ്ടി വെളുത്ത് ഉണങ്ങിയിരിക്കുന്നു. മുന്തിരിക്കുല പഴുത്തിരിക്കുന്നു. അതിനെ അറുത്തെടുത്ത് ക്രോധത്തോടെ ചക്കിലിട്ടാട്ടി അല്ലെങ്കിൽ ചവിട്ടി അതിൻ്റെ രക്തം ഏറെ ദൂരം ഒഴുകുന്നു. 200 വാലം എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് ആ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എത്തിച്ചേരാം. ഈ അർമഗദോൻ യുദ്ധം നടക്കാൻ പോകുന്നത് കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ശേഷം, എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാന സമയം. അപ്പോൾ 13-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു സാത്താൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ഉപദ്രവിക്കും. 13-ാമത്തെ അധ്യായത്തിൽ സാത്താൻ രണ്ടുപേരെയും കൂടെ കൂട്ടി, കള്ളക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും. എന്നിട്ട് വിശുദ്ധന്മാരെ ജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. 12-ഉം 13-ഉം അധ്യായങ്ങൾ കാണുമ്പോൾ, വായിക്കുമ്പോൾ ഒരു സാധാരണപ്പെട്ടവന്, ഒരു സാധാരണ ദൈവ പൈതലിന് ഏറെ വേദന ഉണ്ടാവും. സാത്താന്യ ത്രയങ്ങൾ, സാത്താന്യ തൃത്വം വിജയത്തിലേക്കോ എന്ന ഒരു ആശങ്ക. ആ ആശങ്കയ്ക്ക് മറുപടിയാണ് 14-ാമത്തെ അധ്യായം. സ്തോത്രം. അവിടെ നാം കാണുന്നു ആത്യന്തിക വിജയം ആർക്കാണ്? കുഞ്ഞാടിനും കുഞ്ഞാടിനോട് കൂടെയുള്ളവർക്കും. എതിർ ക്രിസ്തുവിന്റെ പീഡനകാലത്ത് അവന്റെ ഭരണ ആധിപത്യത്തിന്റെ കീഴിൽ കഴിയുന്നവർ പോലും ജയാളികളായി കുഞ്ഞാടിനോടൊപ്പം നിൽക്കുന്ന മഹനീയമായ കാഴ്ചയാണ് 14-ാമത്തെ അധ്യായത്തിൽ നമുക്കുള്ളത്. സ്തോത്രം. അപ്പോൾ സാത്താന്യ പ്രവൃത്തികളാൽ നമുക്ക് ഏതും ഭയപ്പെടേണ്ടതില്ല എന്ന സന്ദേശം 14-ാം അധ്യായം നമുക്ക് നൽകുന്നു. ദൈവം പാപത്തോട്, പാപികളോടും ദീർഘക്ഷമയുള്ളവനായാലും പാപത്തിന് ശിക്ഷ ഉണ്ട്. ദൈവം പ്രതികാരം ചെയ്യും എന്ന വ്യക്തമായ സന്ദേശവും ഈ 14-ാം അധ്യായത്തിൽ അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്നു. ഇത്രയും വ്യക്തമാണോ? പതിനാലാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലെ ചിലതിന്റെ വിശദീകരണം ഇനിയുണ്ട്. അത് അർമഗദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ആ ഭാഗം വിടുകയാണ്. മറ്റ് സംശയങ്ങളില്ലെങ്കിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ 15-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. മറ്റൊന്നുമില്ലെന്ന് കരുതുന്നു. സ്തോത്രം. ഓക്കെ. എന്നാൽ പിന്നെ കർത്താവ് ജയാളിയായി വരുമ്പോൾ
നാമും അവനോടുകൂടെ തേജസ്സിൽ കാണപ്പെടേണ്ടതിനുള്ള ഒരുക്കത്തോടെ നമുക്കായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.